എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ശനിയാഴ്ചയാണ്. ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ക്ലൈമറ്റിന് വ്യത്യാസം. ഞങ്ങൾ പോയപ്പം നല്ല ചൂടിലാണ് ഇവിടുന്ന് നാട്ടിലേക്ക് വന്നത്. നാട്ടിലാണെങ്കിൽ അതിലും ഭയങ്കര ചൂട്. തിരിച്ചു വന്നപ്പോഴത്തേനും ഇവിടെ ഭയങ്കരമായ ചൂട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് കുറഞ്ഞ നല്ലൊരു ക്ലൈമറ്റ്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര സുഖം, നല്ലൊരു ഡീപ്പ് സ്ലീപ്പൊക്കെ കിട്ടുന്ന തരത്തിലൊരു ക്ലൈമറ്റ്. പിന്നെ ഡെയിലി ഇപ്പം എല്ലാ ദിവസവും ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. വലിയൊരു മഴയല്ല, എന്നാലും മഴ പെയ്ത് ഇങ്ങനെ ഒരു ചെറിയൊരു കൂൾ ക്ലൈമറ്റിലേക്ക് വരുന്നു. അത് നല്ല ക്ലൈമറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും മൂടി കിടക്കുകയാണ്. മിക്കവാറും ഉച്ച കഴിഞ്ഞാണ് ഇവിടെ മഴ. ഇപ്പോൾ ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം തൊട്ട് തുടങ്ങിയ മഴയാണ്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മിക്കവാറും ഉച്ച കഴിഞ്ഞ് രാത്രിയിലൊക്കെ ആയിട്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ട്. പിന്നിപ്പോൾ രാവിലെ മൂടി കിടക്കുന്നതുകൊണ്ട് എൻ്റെ അടുക്കളയിൽ ഇന്ന് രാവിലത്തെ ആ ഒരു വെട്ടമില്ല. അത് ക്ലൈമറ്റ് മാറിയപ്പോഴത്തേനും. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പൊതിച്ചോറ് കഴിക്കാനൊരു ആഗ്രഹം തോന്നുന്നു. 2-3 മാസം മുമ്പ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോഴൊക്കെ വീഡിയോ എടുക്കും. മിക്കവാറും എല്ലാ പൊതിച്ചോറിലും ഞാൻ ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഐറ്റംസൊക്കെ. നല്ല ടേസ്റ്റല്ലേ പൊതിച്ചോറ്. അപ്പോൾ ഞങ്ങൾ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കും. അപ്പം ഇന്നത്തെ പൊതിച്ചോറിനകത്ത് വലിയ വിഭവങ്ങൾ എന്ന് പറയാനായിട്ട് ഉണ്ട്. കുറച്ച് എല്ലാ തരത്തിലും പോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പച്ചക്കറി എന്ന് പറയുന്ന ബീറ്റ്റൂട്ട് മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ഞാൻ വലിയൊരു പച്ചക്കറി ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ വേണ്ട കാര്യങ്ങൾ കുറച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്തു. അപ്പോൾ ഇന്നായപ്പോഴത്തേന് ബീറ്റ്റൂട്ട് മാത്രമേ ഇരിപ്പുള്ളൂ. ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട്, ക്യാരറ്റ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. പിന്നെ ചെറുപയർ കൊണ്ടും ഒരു തോരൻ പോലെ ആക്കാം. പിന്നെ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫിഷ് ഓർഡർ ചെയ്തിരിക്കുന്നത് കരിമീനാണ്. എന്തോ കരിമീൻ കഴിക്കാൻ തോന്നി കണ്ടപ്പോഴത്തേക്കിനും, അത് അവൈലബിൾ ആയിട്ട് കണ്ടപ്പോഴത്തേനും നമുക്ക് നോക്കാം. കരിമീൻ ഫ്രൈ, അത് സൈസ് എങ്ങനെയാണെന്ന് ഇരിക്കുന്ന അനുസരിച്ച് ഞാൻ അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്തെങ്ങാനും ഇല വെക്കും. അങ്ങനെയൊക്കെ എൻ്റെ ചിന്ത. നോക്കണം. അപ്പം പിന്നെ ചമ്മന്തി, മാങ്ങ ഇരിപ്പുണ്ട്, പച്ചമാങ്ങ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച് പച്ചമാങ്ങ ചമ്മന്തി, ബീട്രൂട്ട് തോരൻ, ചെറുപയർ തോരൻ, പച്ചമാങ്ങ ചമ്മന്തി, ഫിഷ് ഫ്രൈ, മുട്ട പൊരിച്ചത്, ഇത്രയും കൂട്ടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം. ഒഴിക്കാനൊന്നും എടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ തൈരായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൊടുക്കും. തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ചമ്മന്തി പിന്നെ തേങ്ങ ചേർത്ത ഐറ്റംസൊക്കെ തന്നെയാണ് ഇന്ന്. അപ്പം അതെല്ലാം കൂടെ കൂട്ടി ഒരു പൊതിച്ചോറുണ്ടാക്കാം. നേരത്തെ ഉണ്ടാക്കി വെക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ എല്ലാം ആക്കി, പക്ഷെ അറിയത്തില്ല. എന്തായാലും ഇന്ന് പൊതിച്ചോറുണ്ടാക്കുകയാണ്. പിന്നെ ഇന്ന് പുറത്തു പോക്കലൊന്നും നടക്കും തോന്നുന്നില്ല. കാരണം ശ്രീഹരി മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീഹരിക്ക് നാളെ ഒരു എക്സാം ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ കയറുമായിരിക്കുമല്ലോ. അതുകൊണ്ട് വൈകുന്നേരം എങ്ങാനും ചിലപ്പം ഒന്നിറങ്ങുമെന്നുള്ള അല്ലാതെ ഇന്ന് ഈ ആഴ്ച വലിയൊരു വീക്കെൻഡിലൊരു എങ്ങും പോകാനൊന്നുമില്ല. ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ. പിന്നെ ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. ഇത്രയും ദിവസം നിങ്ങൾ കണ്ട വീഡിയോസൊക്കെ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് എടുത്തതും നാട്ടിലുള്ള വീഡിയോയുമാണ്. ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി ഞാനൊരു 3-4 ദിവസം ഒന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഉടായ്പ ബ്രേക്ക്ഫാസ്റ്റാണ്. കാരണം കുറച്ച് ഞാൻ വന്നു കഴിഞ്ഞ് മാവരച്ചപ്പം അരച്ചതായിരുന്നു. ശ്രീഹരിയുടെ റാഗി മാവ് ഇന്നലെ കൊണ്ടങ്ങ് തീർത്തു. എൻ്റെ കുറച്ച് അരി ഉഴുന്നും അരച്ച മാവിരിപ്പുണ്ട്. ഞാൻ വിചാരിച്ച അതിനകത്തൊന്നും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ദോശ ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു എഗ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഇനി ഞാൻ തേങ്ങ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒരു തേങ്ങാമയമായതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു എഗ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചപ്പാത്തിയുടെ കൂടെ കിട്ടുന്ന ഭയങ്കര ഒരു എഗ് റോസ്റ്റ് അല്ല, അത് ഒരു തട്ടിക്കൂട്ടൊരു എഗ് റോസ്റ്റ് ആക്കി നമുക്ക് എടുക്കാം. അപ്പം
പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇന്ന് കുറച്ചൊരു വെട്ടക്കുറവ് കാണും, കാരണം ഇന്ന് ഫുൾ മഴക്കാറിലാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറുപയർ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ഇതിങ്ങനെ വേവിച്ചെടുക്കാം. എനിക്ക് ആക്ച്വലി ചെറുപയർ കുക്കറിൽ വേവിക്കുന്നതിലും ഇങ്ങനെ കുതിർത്തിട്ട് ഇങ്ങനെ വേവിക്കുന്ന ഇഷ്ടം. കറക്റ്റ് പാകത്തിന് പിന്നെ കുഴഞ്ഞൊന്നും പോവാതെ വെന്ത് കിട്ടും. അപ്പം ഞാനിപ്പം ഇവിടെ അരി ഇടാം. അരി എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക. കാരണം നേരത്തെ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ആകാമല്ലോ. എന്നിട്ടിപ്പം അരി ആകാൻ മാത്രമേ ഒരു പാടുള്ളൂ, മീൻസ് സമയം കുറച്ച് വേണ്ടുള്ളൂ. ബാക്കി ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ് തോരന് വേണ്ടിയിട്ട്. പിന്നെ അത് തോരനാക്കിയാൽ മതി. അതിന് തേങ്ങ തിരുമണം. അപ്പം തേങ്ങയും കൂടെ തിരുമ്മി അത് തോരനാക്കിയാൽ മതി. ചെറുപയർ വെന്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ അത് വേകും. അത് വെന്ത് കഴിഞ്ഞാൽ അതും അങ്ങ് ഇതാക്കാം, തേങ്ങ തിരുമ്മി കഴിഞ്ഞാൽ. പിന്നെ എഗ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സബോളയും തക്കാളിയൊക്കെ ഞാൻ ഇന്നലെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടയായി കഴിയുമ്പോഴത്തേനും ഞാൻ ഒരു എഗ് റോസ്റ്റ് അങ്ങനെ അങ്ങ് ആക്കും. പിന്നെ മാവുണ്ടല്ലോ, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ അല്ല, ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. മിക്കവാറും രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തലേദിവസം തന്നെ രാത്രിയിലെല്ലാം സെറ്റാക്കി വെക്കും. രാവിലെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ, മീൻസ് ഇതുപോലെ പൊതിച്ചോറുണ്ടാക്കുമ്പോഴും എല്ലാം കുറച്ചുകൂടെ രാവിലെ പണി എളുപ്പം. അതുകൊണ്ട് അപ്പോൾ ഞാൻ കരിമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കരിമീൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ പുറത്തെ ആ ഒരു കറുത്ത പാട് മാറാൻ ഞാൻ ചെയ്യുന്ന എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പുളിവെള്ളത്തിൽ, നമ്മുടെ വാളംപുളി വെള്ളത്തിൽ ഒരു 10-20 മിനിറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ മേളിൽ നിന്ന് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ക്ലീൻ ആയി വരും. അപ്പം ഞാനത് വന്നപ്പോൾ തന്നെ അത് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം കരിമീൻ ഫ്രൈ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഒത്തിരി നേരത്തെ തന്നെ പൊതിച്ചോറൊക്കെ വെച്ച് നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു രുചി എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഇന്ന് അത്രയും നേരത്തെ എനിക്ക് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കെട്ടി വെക്കാൻ പറ്റുമെന്ന്. കൂടുതൽ നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഫിഷൊക്കെ അന്ന് ഓൾറെഡി എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം മാരിനേറ്റ് ചെയ്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു തോന്നുന്നു, അങ്ങനെയായിരുന്നു തോന്നുന്നു. അപ്പം ഇപ്പോൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് വരണം. വേറെ ബാക്കി അരിയിൽ കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല, അതെല്ലാം ഞാൻ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ തിരുമണം, ഈ 2 കാര്യങ്ങളാണുള്ളത്. അത് രണ്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ കൂട്ടാൻ ഉണ്ടാക്കുന്നതിലേക്ക് തുടങ്ങാമായിരുന്നു. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി ചായ കുടിക്കട്ടെ ഇരുന്ന്. ഞാൻ മീനെല്ലാം വൃത്തിയാക്കി. എനിക്കിനി ഇപ്പം എഗ് റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പം അതിന് മുമ്പ് മീനൊന്ന് പുരട്ടി വെക്കണം. ഈ 2 കാര്യങ്ങൾ ആദ്യം ചെയ്യണം. പയറൊക്കെ ഏകദേശം വെന്തു, തേങ്ങ തിരുമ്മി. അപ്പം അങ്ങനെ പുളിവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകും കേട്ടോ. കരിമീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ക്ലീൻ ആവും മീൻ. ഞാനിപ്പോൾ അതങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചു. എനിക്കതൊന്ന് പുരട്ടി വെക്കണം. പുരട്ടി വെച്ച് ഞാൻ 3 അങ്ങ് എടുക്കാം. 3 കരിമീനാണുള്ളത്. 3 അങ്ങ് ഫ്രൈ ചെയ്യുന്നില്ല. ഞാനത്
2 ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ, പക്ഷെ 3 ഞാനങ്ങ് പുരട്ടി വെക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഒരെണ്ണമായിട്ട് ഇനി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചു. നാളെയോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതെടുത്ത് അങ്ങ് പുരട്ടി അങ്ങ് ഫ്രീസറിനകത്ത് കയറ്റാമെന്ന് വിചാരിച്ചു. പുരട്ടി കയറ്റുന്നതിനേക്കാളും വെള്ളം ഒഴിച്ച് വെച്ച് കയറ്റുന്നതാണ് നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ, കാരണം അത് ഒരെണ്ണം തന്നെ ആകുമ്പോൾ ഇനി അത് ഒരെണ്ണം തന്നെ അതങ്ങ് വറക്കാനല്ലേ, അതിപ്പോൾ നാളെയോ വല്ലതും എടുത്തങ്ങ് വറക്കും. പിന്നെ കുറച്ച് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, മുളകിട്ട കറിയ, കേരമീൻ, ശക്കലേ ഉള്ളൂ. അത് ഞാൻ ഇതിനകത്തൊന്നും വെക്കുന്നില്ല, അത് ഞാൻ സെപ്പറേറ്റ് എടുക്കാം. അപ്പം ഇപ്പം നമുക്ക് മുട്ടയൊക്കെ വെന്തു. മുട്ട വെന്തിട്ട് കുറേ നേരമായി. നമുക്ക് എഗ് റോസ്റ്റ് ഉണ്ടാക്കണം, ദോശ ചുടണം, പിന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതെല്ലാം പാരലായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. സമയത്ത് ഒരു 11 മണിക്ക് മുമ്പ് എനിക്ക് പൊതി കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമോയെന്നറിയത്തില്ല. അപ്പം മീൻ വറക്കാനായിട്ടും വലിയ ഒരു പ്രത്യേക മസാലയൊന്നുമില്ല. കുഞ്ഞുള്ളിയും എന്താ പറയുന്നത്, കുഞ്ഞുള്ളി, മുളക് പൊടി, കുരുമുളക് അതെല്ലാം കൂടെ ചതച്ച്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും കരിമീൻ അങ്ങനെ ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും കരിമീനും ഉപയോഗിക്കാറില്ല. നമ്മൾ കുരുമുളകും മുളക് പൊടിയും കുഞ്ഞുള്ളിയും ഇത്രയും കൂടെ ചതച്ചാണ് കരിമീനും, കരിമീനൊക്കെ അങ്ങനെയാണ് ഞാൻ വറക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ കുറച്ച് സിമ്പിൾ മസാലയും, അതിന് വേണ്ടിയിട്ട് കുറച്ച് കുഞ്ഞുള്ളി മതി, കാരണം 3 കരിമീനേ ഉള്ളൂ. അപ്പം നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഈ തേങ്ങ ഞാൻ എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുള്ളൂ, ബാക്കിയുള്ളത് ഇരിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കരിമീൻ്റെ മസാല. കുഞ്ഞുള്ളിയും നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു, കുരുമുളകും കൂടെ ചതച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്യുക. അതൊന്ന് വെള്ളം, എപ്പോഴും മീനിൻ്റെ മസാല ആദ്യമേ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ഒരു ഈർപ്പമൊക്കെ എടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുന്നതായിരിക്കും. അതെ, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ എൻ്റെ കയ്യിൽ വിനാഗിരിയൊക്കെ എനിക്ക് മേടിക്കണം, എല്ലാം തീർന്നിരിക്കുക. അപ്പം അങ്ങനെ ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവെക്കട്ടെ. ഞാനൊരു എഗ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് ദോശയ്ക്ക് വേണ്ടിയിട്ട്. ഇതങ്ങനെ എന്താ പറയുക, ഭയങ്കരമായ ഒരു ഗ്രേവി ഇങ്ങനെ ഉള്ളൊരു എഗ് റോസ്റ്റ് അല്ല, ഇതൊരു സിമ്പിൾ, എന്താ പറയുന്നത്, ഞാൻ അങ്ങനെ വലിയതായിട്ടൊന്നും തീരെ നൈസായിട്ടൊന്നും അല്ല സബോളയൊന്നും കട്ട് ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത്, അങ്ങനെ ഒരു എഗ് റോസ്റ്റാണ്. കുറച്ച് ഞാൻ എൻ്റെ ശ്രദ്ധയൊന്ന് വിട്ടപ്പോൾ ഉള്ളി ചെറുതായിട്ട് കൂടുതലൊന്നും മൂത്തത്. നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. പൊടികളൊന്നും അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഒന്നും ഇല്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒത്തിരി വേണ്ട, വളരെ കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഇതിനകത്ത് ഞാൻ തക്കാളി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഗരം മസാല, എൻ്റെ ഗരം മസാല തീർന്നു, ഉണ്ടാക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക.
ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്ത് മീൻസ് എല്ലാം ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചമുളക് 2 എണ്ണവും കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് അങ്ങ് അടച്ചു വെക്കണം. ഇതാകാൻ നേരം എടുത്താൽ മതി. അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഇതുപോലെ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി, അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഫ്ലേവറാണത്. ചപ്പാത്തിക്കും ഇതുപോലൊക്കെ കഴിക്കാനായിട്ട് അങ്ങെടുത്ത് അങ്ങ് അടച്ചു വെച്ചേക്കണം. നമുക്ക് എടുക്കാൻ നേരം എടുത്താൽ മതി അതിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശമൊക്കെ ആയി. ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. അതും കൂടെ കഴിഞ്ഞ് ക്ലോസ്ഡ് ആയല്ലോ. അപ്പം ഇത് ബീട്രൂട്ടും ക്യാരറ്റും സബോളയും കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ഇന്നലെ രാത്രി അരിഞ്ഞ് വെച്ചാണ്. നമുക്ക് തോരനാക്കാം. ബീട്രൂട്ട് തോരനൊന്നും അങ്ങനെ ഞാൻ വലുതായിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഈ അടുത്തൊരു വീഡിയോയ്ക്ക് അത് ഞാൻ കാണിച്ചതായിട്ടാണ് ഓർമ്മ. പക്ഷെ അതിനകത്ത് ഞാൻ ഈ സംഭവം തന്നെ കടുക് വറുത്ത് വഴറ്റിയിട്ട് തേങ്ങ ചേർത്തങ്ങ് ഇതാക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്ത് ചേർക്കും. പച്ചമുളകും കൂടെ ചതച്ച് ഞാൻ ഇതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു രീതിയിലൊരു തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാം. ആ ഒരു സമയത്ത് തന്നെ ദോശ അവിടെ ആയിക്കോട്ടെ. ബീട്രൂട്ട് തോരനൊക്കെ പെട്ടെന്നാകും. ഞാനിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം കൊണ്ട്. പിന്നെ പയർ ഓൾറെഡി വെന്തിരിക്കണം. അതിനകത്തും കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചങ്ങ് ചേർത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ എടുത്ത് ഒഴിക്കാനാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഒരു പുഴുക്ക്, ജീരകമൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ പയറങ്ങ് തോരനാവും. പിന്നെ മീൻ വറക്കണം, മുട്ട പൊരിക്കണം, പിന്നെ ചമ്മന്തി അരയ്ക്കണം. മാങ്ങ ഇരിപ്പുണ്ട്. അതും കൂടെ ആക്കി കഴിയുമ്പോൾ ഒരു 11 മണിക്ക് മുമ്പ് പൊതി കെട്ടണമെന്നാണ് സമയം. ഇപ്പം ഇവിടെ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഈ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ, എങ്ങാനും കറണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇതൊക്കെ പറ്റും. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിചാരിച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും ചിലപ്പം കറണ്ട് പോവും. കറണ്ട് പോയിട്ട് നമ്മൾ ആ പ്ലാൻ മാറ്റി കഴിയുമ്പോഴായിരിക്കും വരുന്നത്. കടുകിട്ടിട്ട് നമുക്ക് ഈ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റും സബോളയും ഇഞ്ചിയും കൂടി ചേർക്കും. ഇത് ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട. ഈ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുമ്പം ആ ബീട്രൂട്ട് ആവിയിൽ ഇങ്ങനെ വെന്ത് വരും, കുറേയൊക്കെ വെള്ളം ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് എൻ്റെ നടുക്കിലേക്ക് ഈ അരപ്പ് ചേർത്ത് അടച്ച് വെച്ച് അങ്ങ് ആവി കയറ്റി എടുക്കുക. ആവി കയറ്റിയെന്ന് വെച്ചാൽ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി ബീട്രൂട്ട് തോരൻ, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ റെഡിയായി. ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പയർ വെന്തതിന് ശേഷം ഇതുപോലെ തന്നെ അതിൻ്റെ നടുക്കിലേക്ക് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും തേങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് അങ്ങ് ആവി കയറ്റി എടുത്ത് അങ്ങ് ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പയർ തോരൻ റെഡിയായി. അപ്പോൾ പിന്നെ നമുക്ക് മാങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി, പച്ചമുളക്, പച്ചമാങ്ങ, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങ് ഒന്ന് ചതച്ച് എടുത്താൽ മതി. അതെല്ലാവർക്കും അറിയാമല്ലോ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ. എന്നാൽ ഒത്തിരി അരയാതെ അരച്ചെടുക്കണം. അതെല്ലാം എടുത്ത് ഞാൻ മീനും വറുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് വേഗം പൊതി കെട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ മീനും വറുത്ത് മുട്ടയും പൊരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറും ഈ വക കാര്യങ്ങളൊക്കെ വെച്ചു. ഇല ആക്ച്വലി ചെറിയ ഇലയായിരുന്നു. ഒന്നാമത് ആ കരിമീനും കൂടെ ആയതുകൊണ്ട് അത് വലിയ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നായിട്ട് അങ്ങ് വെച്ചു. അച്ചാറും മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഇതെല്ലാം കൂടെ അങ്ങ് വെച്ചു. എനിക്ക് വേറൊരു ഇലയും കൂടെ എടുക്കേണ്ടി വന്നു. ഒരിലയും കൂടെ വാട്ടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നന്നായിട്ടങ്ങ് മടക്കി വെച്ചു. അപ്പോൾ
നന്നായിട്ടങ്ങ് ഇച്ചിരി പാടായിരുന്നു ഇതൊന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. രണ്ടില രണ്ടില അങ്ങനെ വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ ഒറ്റയ്ക്ക് തന്നെയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് കീറിപ്പോയതിന്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ന്യൂസ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞങ്ങ് വെച്ചു. അങ്ങനെ 2 എണ്ണം റെഡിയാക്കി. 11 മണി ആയപ്പോഴത്തേനും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 1:30 സമയത്തായിരിക്കും തുറക്കുന്നത്. എനിക്കിനി ഇഷ്ടം പോലെ പണി കിടക്കുന്നു. ഫുൾ ഉച്ചയൂണെല്ലാം റെഡിയായി, പാത്രം കഴുകണം, അടുക്കള ക്ലീൻ ചെയ്യണം, അങ്ങനെ ഇഷ്ടം പോലെ പണി കിടക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അത് ക്ലീനിങ് ഉണ്ട്. ഈ ഇല എന്തൊരു തീരെ ചെറിയ ഇലയായിരുന്നു. ഇപ്പം മേടിക്കുമ്പോൾ കിട്ടുന്ന എല്ലാം ഇങ്ങനെ ശ്രീഹരിയുടെ ഒന്നാമത് ഞാൻ കരിമീനും കൂടെ ഇത് മൊത്തത്തിൽ വെച്ചിരിക്കുന്നുണ്ട്. ശ്രീഹരിയുടെ ഇല അരയ്ക്കാൻ പിന്നെ അവസാനം ഞാൻ 2 ഇല, എൻ്റെ ഇലയ്ക്കും പിന്നെ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം, അങ്ങനെ 5 ഇലയാണ് കിട്ടുന്നത്. അതിൽ 4 ഇലയും പൊതിച്ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടി 2 ഇല വെച്ച് കെട്ടേണ്ടി വന്നു. 2 എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ ചമ്മന്തി ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ തന്നെ എന്നിട്ട് സ്വന്തമായിട്ട് പറയാം, ഉഗ്രൻ മാങ്ങ ചമ്മന്തി. ആ മാങ്ങ നല്ല പച്ച മാങ്ങ എറിഞ്ഞ് എനിക്ക് കിട്ടിയത്. ഓൺലൈൻ ഓർഡർ ചെയ്തപ്പം കിട്ടിയതാണ്. അപ്പം ആ നല്ല പച്ച മാങ്ങ, ആ ചമ്പത്തിൻ്റെ പച്ച മാങ്ങ വെച്ച ചമ്മന്തി അങ്ങോട്ട് അരച്ച് കഴിഞ്ഞപ്പോഴത്തേന് അയ്യോ അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പൊക്കുന്നു. പിന്നെന്താ, അപ്പം അത്രയ്ക്കാണ്. പൊതിച്ചോറ് നല്ല വൃത്തിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഇത്ര നേരം ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി. ഇനിയിപ്പം ഞാൻ ഈ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതൊക്കെയാണ്. ഇനി നമുക്ക് ചോറുണ്ണാൻ നേരത്ത് കാണാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പം ഇനി ക്ലീനിങ് പെട്ടെന്ന് നടത്തണം. അപ്പോൾ ഇനി നമുക്ക് പൊതിയൊക്കെ തുറക്കുമ്പം കാണാം. ഹായ്, അപ്പോൾ ഇപ്പം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു, കിടക്കുകയായിരുന്നു. പിന്നെ ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തേക്ക് പോവുകയാണ്. എവിടെയാ, പച്ചക്കറി കടയിലും ഇവിടെ തന്നെ പോയിട്ട് പെട്ടെന്ന് വരും. നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പുറത്ത് പോവാം. പെട്ടെന്ന് ഇവിടെ അങ്ങനെ നിൽക്കാം. മഴയൊന്നും കാണുന്നില്ല. പോകാമെന്നോ മഴയത്തങ്ങ്? കുറയുന്നില്ലല്ലേ?
എന്നാ പോവാമ്മ. മഴ അത് തോരുന്ന ലക്ഷണം കണ്ടില്ല, അതുകൊണ്ട് നനഞ്ഞിങ്ങനെ പോകുന്നു. നല്ല ഇടിയും കൊള്ളിയാനും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രാത്രി പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ മഴ നനഞ്ഞെല്ലാം വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ദോശ ഇട്ട് കഴിക്കുകയായിരുന്നു ചെയ്തത്, ഗോതമ്പ് ദോശ ഇട്ട് കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാഞ്ഞത്. അത് മാത്രമല്ല നല്ല മഴ ഇടിയും കൊള്ളിയാനും എല്ലാം കൂടെ ആയപ്പം ഒരു എന്താ പറയുന്നത് ഇതായി. പിന്നെ എന്താ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ ഞങ്ങൾ വന്ന് രാത്രി തൊട്ട് ഒക്കെ മഴയുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഞാൻ പെയ്യുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്ന് പോയി കുറച്ച് പച്ചക്കറിയും എന്താ പറയുന്നത് മറ്റേ വെള്ളം പറയാനുണ്ടായിരുന്നു, വെള്ളം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വെള്ളവും എല്ലാം കൂടെ പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ ഞങ്ങൾ വെള്ളം പറയാൻ കയറിയപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഈ തുണി നനയ്ക്കുന്ന സോപ്പ് പൊടി, ഈ സോപ്പ് മറ്റേ ഇത് ലിക്വിഡില്ലേ വാഷിംഗ് മെഷീൻ ഒഴിക്കുന്ന അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് തീർന്നിരിക്കുകയായിരുന്നു. വിമ്മ് അതെല്ലാം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. മഴ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് പെയ്തു. കുഴപ്പമില്ല, ഇപ്രാവശ്യം നേരത്തെ ബാംഗ്ലൂരിൽ മഴ വന്നു എന്ന് പറയുന്നു. സാധാരണ ചൂട് കുറഞ്ഞത് മെയ് അവസാനം ജൂൺ ആദ്യമൊക്കെ ആകുമ്പോഴാണ് ഒന്ന് മഴ പെയ്യുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലമായിരുന്നു ഫുൾ എന്താ പറയുന്നത് ജൂൺ എപ്പോഴോ ആണ് മഴ പെയ്തത്. നല്ല ചൂടൊക്കെ ഭയങ്കരമായിരുന്നു ഇവിടെ കഴിഞ്ഞ കൊല്ലം. പക്ഷെ ഇപ്രാവശ്യം ചൂട് വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. നിങ്ങൾ നാട്ടിൽ പോയി വന്ന് മെയ് പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചൂടൊക്കെ പോയി. അത്യാവശ്യം ഒരു നോർമൽ ക്ലൈമറ്റാണ്. പക്ഷെ മഴ ഭയങ്കര മഴ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആക്ച്വലി. മഴ ഇവിടെ ഒന്നും അധികം വെള്ളം കയറുക അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അങ്ങോട്ട് സിറ്റിക്ക് അങ്ങോട്ട് സിറ്റി മീൻസ് ആ ഹൈവേ ഭാഗത്തൊക്കെ വെള്ളം കയറും, സിറ്റിയിലും ഒക്കെ വെള്ളം കയറും. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ടെക് പാർക്കിൽ ശ്രീഹരി നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാന്യത ടെക് പാർക്കില്ലേ, അവിടെയൊക്കെ വെള്ളം കയറും. ടെക് പാർക്കിലൊക്കെ വെള്ളം കയറും, മാന്യതയിൽ കയറും. ഇപ്പം ഇത് ചെയ്യുന്നിടത്ത്, ഇപ്പം ജോലി ചെയ്യുന്നവരുടെ അടുത്ത് ഭാരതീയ സിറ്റിയിലൊന്നും അങ്ങനെ വെള്ളം കയറത്തില്ല. റോഡിലൊക്കെ വെള്ളം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പോകുമ്പം റോഡിലൊക്കെ അത്യാവശ്യം ചില ഭാഗമൊക്കെ മുങ്ങി കിടക്കുകയെന്ന് പറയുന്നുണ്ട്. അല്ലാതെ അവരുടെ ഇപ്പം ജോലി ചെയ്യുന്നിടത്ത് ടെക് പാർക്കിലൊന്നും വെള്ളമില്ല. പക്ഷെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള മാന്യതയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളപ്പൊക്കമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. അവിടെ വെള്ളം നല്ലപോലെ കയറും. ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യും, അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കും, പിന്നെ അങ്ങ് പോകും, അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ മഴയാണ് മൊത്തത്തിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയൊക്കെയായിരുന്നു. നല്ല ഉഗ്രം പൊതിച്ചോറായിരുന്നു. എന്താ ഇച്ചിരി നേരം ഒരു 1.5 മണിക്കൂറോളം, 1.5 കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചപ്പോഴത്തേക്കിനും, അത്ര നേരമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല പൊതിച്ചോറായിരുന്നു. മാങ്ങാ ചമ്മന്തിയായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ആ മാങ്ങ അങ്ങോട്ട് ചെത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊരു അടിപൊളി മാങ്ങയാണ്. ആ മാങ്ങ വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു മീൻകറി എന്തെങ്കിലും വെക്കണമെന്നുണ്ട്. കാരണം അത് ആ നല്ല പച്ച മാങ്ങ ചെത്തുമ്പോഴേ നമുക്കറിയായിരുന്നു ഈ മാങ്ങ വെച്ച് നല്ല മാങ്ങ വെച്ച് ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്. ഈ മാങ്ങ സീസണിൽ നല്ല മാങ്ങ വെച്ചരയ്ക്കണം. ചിലപ്പോൾ ശരിയാവത്തില്ല, ചില മാങ്ങ വെച്ചരച്ചാലൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഇവിടെ ഇതുപോലെ നല്ല മാങ്ങ കിട്ടുമ്പോൾ അരച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മാങ്ങ ചമ്മന്തിക്ക്. അതിൻ്റെ ആ ഒരു ഇതും, കരിമീൻ നല്ല ഫ്രഷ് കരിമീനായിരുന്നു. എങ്ങനെ ഇത്രയും ഫ്രഷ് കിട്ടിയെന്ന് ഇത് ആന്ധ്രയിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇത് തോന്നുന്നില്ല, ഇത് നാട്ടിൽ നിന്ന് വരുന്ന അല്ലാന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു സംഭവം. അപ്പോൾ അതെല്ലാം കൂടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പൊതിച്ചോറ് കോംബോ ആയിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൊതിച്ചോറ് ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കോംബോ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വരാതെ നേരത്തെ ചെയ്ത പൊതിച്ചോറ് കോംബോയിൽ കൂട്ടാനുകളല്ലാതിരിക്കാൻ ഞാൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെയൊക്കെ വീഡിയോ എടുക്കുന്നതിനൊക്കെ മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പൊതിച്ചോറ് അപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഉള്ള ഒരു പൊതിച്ചോറ് അങ്ങ് കിട്ടും. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.